സ്നേഹമുള്ളവരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ. ഇതെന്താന്ന് മനസ്സിലായി? ഇതാണ് കടച്ചക്ക, അല്ലെങ്കിൽ ചീമച്ചക്ക. ഒരു കഷ്ണമുള്ളൂ കേട്ടോ. ഈ കഷ്ണം കൊണ്ട് ഞാൻ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്താ വെച്ചാൽ ചീമച്ചക്ക മുറിച്ചിട്ട് നമുക്ക് അത് കറി ഉണ്ടാക്കണം. ഇതിന്റെ തൊലി കളയണം. നല്ല അതായിട്ട് ചെറുതാക്കി അരിഞ്ഞ് അത് വെള്ളത്തിലിട്ട് അതിന്റെ കറ കളയണം. ഇങ്ങനെ അരിയണം കേട്ടോ. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കണം നിർബന്ധമില്ല. ഞാൻ വലിയ കഷ്ണങ്ങളാക്കി ചിക്കനും മട്ടനൊക്കെ പോലെ കിടക്കണം. വലിയ കഷ്ണങ്ങളാക്കി വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ ആദ്യം തന്നെ വെളുത്തുള്ളി മൂക്കുക കേട്ടോ. ആദ്യം തന്നെ വെളുത്തുള്ളി ഇടാം. മൂക്കട്ടെ. എന്നിട്ട് നമുക്ക് ഇഞ്ചി പച്ചമുളകൊക്കെ ഇടും കേട്ടോ. കുറച്ച് സവോള ഇട്ട്, കുറച്ച് ഇഞ്ചി ഇട്ടു, കുറച്ച് പച്ചമുളക് ഇട്ടു. ഇഞ്ചി പച്ചമുളക് ഒക്കെ ഇട്ട് കേട്ടോ. അത് മൂക്കട്ടെ. നല്ല മണം വരില്ല. നല്ല പോലെ മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇടാം. ഉള്ളി നല്ലോണം മുട്ട് വരട്ടെ കേട്ടോ. ചുവന്നുള്ളി, ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. സവോള ആയാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമുക്ക് തീ കുറച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. ഒരു ലേശം മഞ്ഞൾപ്പൊടി ഇട്ടു. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. അതിന് പച്ചമണം പോട്ടെ കേട്ടോ. മുളക് പൊടി ഒരു ലേശം കൂടെ ഇട്ടു. ഞാൻ കുറവാ തോന്നി. അത് വേണമെങ്കിൽ അധികം മുളക് പൊടി ഇടണ്ട. പിന്നെ പച്ചമുളക് ഇട്ടുണ്ടല്ലോ. ഇതാ നോക്കൂ. അത് കഴിഞ്ഞാൽ കടച്ചക്ക കഴുകി അരിഞ്ഞ് വെള്ളത്തിലിട്ട് ആ കറ പോയിട്ട് വെള്ളം ഒഴിക്കുക കേട്ടോ. പാകത്തിനുള്ള വെള്ളം ഒഴിക്കുക. വെള്ളമല്ല, വെള്ളം ഒഴിക്കുക. മസാലക്കറിയില്ലേ, അധികം വെള്ളം വേണ്ട, എന്നാലും വെള്ളം വേണം. അത് വേണമെങ്കിൽ നല്ലപോലെ വെള്ളത്തിൽ മുങ്ങി കിടക്കട്ടെ കേട്ടോ. ഇത് മസാല ചേർത്ത കടച്ചക്ക ഞാൻ ഈ കുക്കറിൽ ട്രാൻസ്ഫർ ചെയ്തു. എല്ലാ കാര്യങ്ങളും എളുപ്പം വേവാൻ, ടൈം കളയണ്ട. അതിന് വേണ്ടിയിട്ട് ഇതിലിട്ടു. നിങ്ങൾക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുക. ഉപ്പിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ഒരൊറ്റ വിസിൽ വന്നാൽ അല്ലെങ്കിൽ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് എളുപ്പം നമ്മുടെ പണി കഴിയും. ഉപ്പിട്ടുണ്ടായിരുന്നില്ല. ഉപ്പിടുക കേട്ടോ. ഉപ്പിട്ടു. നല്ല മസാലയുടെ മണം വരുന്നുണ്ട്. ഇനി നമുക്ക് തേങ്ങ, ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട് തേങ്ങ. വേണ്ട, അത്ര മതി, കുറച്ച് തേങ്ങ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ നല്ല പോലെ വറുത്ത് ഫ്രിഡ്ജിൽ ചെയ്തില്ല. അതേ ഉള്ളൂ ബാക്കി. അത് മതി. അത്ര തേങ്ങ അരച്ച് ചേർത്താൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അതിന് വേണ്ടി കുറച്ച് തേങ്ങ മാത്രമേ ചേർക്കുള്ളൂ. അതിൽ വേറെ ഒന്നും ചേർക്കാം. നമുക്ക് അരച്ച് കിട്ടി, നല്ല പോലെ അരച്ച് കിട്ടി. അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ വേണമെങ്കിൽ ചേർക്കാം. ഞാൻ തേങ്ങ വറുത്തതുള്ള കാരണം കൊണ്ട് തേങ്ങാപ്പാൽ ചേർക്കുകയാണെങ്കിൽ ഇതിൽ യൂസ് ചെയ്യണം കേട്ടോ. വളരെ നല്ലതാണ് തേങ്ങാപ്പാൽ ചേർത്താൽ, ഒന്നും കൂടെ ടേസ്റ്റ്. വെളിച്ചെണ്ണ ഒഴിച്ചു. എന്നിട്ട് 2 ഉള്ളി വേണമെങ്കിൽ 2 ഉള്ളി, അല്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല. ഇത് ഞാൻ രണ്ടാമത് ചെയ്യുന്നത് എന്താ വെച്ചാൽ 2 ഉള്ളിക്കല മൂപ്പിക്കുക. കരിവേപ്പില ഇടണം. ഒരു 10 കരിവേപ്പില ഇട്ടു. അപ്പോൾ നല്ല രസമുള്ള മസാലക്കറി വരും. ഇനി ഇതിൽ നാളികേരം അരച്ച് ചേർക്കാം, അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഞാൻ തേങ്ങ അരച്ചത് ചേർക്കാം.
നിർബന്ധമൊന്നുമില്ല തേങ്ങാപ്പാൽ. ആ തേങ്ങയൊന്നും ആവശ്യമില്ല. പക്ഷെ ഒന്നും കൂടി രുചി കൂട്ടാൻ വേണ്ടിയിട്ടാണ് തേങ്ങാപ്പാൽ തേങ്ങ ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കാം കേട്ടോ. തേങ്ങാപ്പാൽ ചേർത്താൽ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ട്. നല്ല മസാല കണ്ടോ? എന്താ എൻ്റെ ഗരം മസാല ഇട്ടിട്ടുള്ള ഒരു പേര്. പണ്ടൊക്കെ ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇതിൽ നാളികേരം ചെറുതായി കൊത്തി അമ്മ വറുത്തിടുന്നതാണ് വെളിച്ചെണ്ണ. നല്ല ടേസ്റ്റാട്ടോ. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല സ്വാദാണ്. ചിക്കനിലും മട്ടണിലൊക്കെ ചെയ്യണം. നല്ല ടേസ്റ്റാണ്. അത് ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. കടച്ചക്ക നോക്കൂ, മസാലക്കറി കലായി. എന്താ അതിൻ്റെ സ്മെല്ല്? നല്ല മണമാണ് കേട്ടോ. നല്ല മണം, നല്ല സ്മെല്ലുണ്ട്. ഉപ്പ് സ്വാദൊക്കെ ഉണ്ടാവും. മട്ടൻ കറി ചിക്കൻ കറി അല്ല, അതിൽ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. വളരെ നല്ലതാണ് കടച്ചക്ക. ഞാൻ പറഞ്ഞില്ലേ, നാളികേരൊന്നും വറുത്തിട്ടില്ല, എന്നാലും ഭയങ്കര ടേസ്റ്റാണ്. ചോറിനും പറ്റും, ചപ്പാത്തിക്കും പറ്റും, എല്ലാ ഇതിനും കൂടെ, ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാം. വളരെ നല്ല, ദോശയുടെ കൂടെ കഴിക്കാം. വളരെ നല്ല മസാല. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ സ്വന്തം സുലോചന.